നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവരാണോ? അല്ല എന്ന് പറയണ്ട. ഞാനും നിങ്ങളും അടക്കം എല്ലാവർക്കും ഈ സ്വഭാവം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെട്ടെന്ന് മുൻവിധി എഴുതും. ഞാൻ ഒരു കഥ പറയട്ടെ. ആ കഥ ഇപ്രകാരമാണ്. ഒരു ട്രെയിൻ യാത്രയാണ് ഇതിന്റെ പശ്ചാത്തലം. ഒരു ഹസ്ബൻഡും വൈഫും ആ ട്രെയിൻ യാത്ര ചെയ്യുന്നു. അവരുടെ നേരെ മുന്നിലിരിക്കുന്നത് ഒരു അപ്പനും 24 വയസ്സായ ഒരു മകനും. മകൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അപ്പനോട് പറയുകയാണ്, അപ്പാ ഇത് നോക്കി, മരങ്ങളെല്ലാം പിന്നാക്കം പോകുന്നു, നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു. ഇത് കേട്ട അപ്പന് ചിരി വന്നു. മുന്നിലിരുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെന്താ ഇതിൽ ഇത്ര അത്ഭുതം എന്നായിരുന്നു അവരുടെ ഒരു ചിന്ത. പിന്നീട് മകൻ അപ്പനെ വിളിച്ചിട്ട് പറയാണ്, അപ്പാ ഇത് നോക്കി, മേഘങ്ങളെല്ലാം നമ്മോടൊപ്പം ഓടി വരുന്നു, അവർ നമ്മുടെ കൂട്ടുകാരായിരിക്കും അല്ലേ. ഇത് കേട്ട് ആ ഭർത്താവിനും ഭാര്യയ്ക്കും ആകെ ദേഷ്യം വന്നു. ഇതെന്തൊരവസ്ഥ, ഇതെന്താ ഈ പറയുന്നേ, ഈ 24 വയസ്സായ മനുഷ്യൻ എന്താ ഒരു കുട്ടിയെ പോലെ പെരുമാറുന്നേ എന്നൊക്കെയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഭർത്താവ് മെല്ലെ അപ്പനോട് ചേർന്നിരുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മകനെ ഒന്ന് ഡോക്ടറെ കാണിക്കാമായിരുന്നില്ലേ? അപ്പന് ആ ഭർത്താവിൻ്റെ കണ്ണിലെ വികാരങ്ങൾ മനസ്സിലാക്കി മെല്ലെ പറയുകയാണ്, ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, ഇപ്പൊ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ടും തൃപ്തനാവാത്ത ആ ഭർത്താവിനെ നോക്കി ആ അപ്പൻ വീണ്ടും പറയുകയാണ്, എൻ്റെ മകന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവുമില്ല. അവൻ 24 വർഷമായിട്ട് അന്ധനായിരുന്നു. ഇന്നാണ് അവന് കാഴ്ച കിട്ടിയത്. അതിൻ്റെ സന്തോഷമാണ് അവൻ ഈ കാട്ടി കൂട്ടുന്നതെല്ലാം. ഇത് കേട്ട ഉടനെ ആ ഭർത്താവിനും ഭാര്യയ്ക്കും ആകെ നാണക്കേടായിപ്പോയി. നമ്മളും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയല്ലേ? പെട്ടെന്ന് ആൾക്കാരെ നമ്മൾ വിധിക്കും. എന്തിനാണ് നമ്മൾ ആൾക്കാരെ വിധിക്കുന്നത്? നമ്മൾ തന്നെ അപൂർണരാണ്. നമ്മളെപ്പറ്റി നമുക്ക് പോലും ഒരു പൂർണ്ണത ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്? അങ്ങനെ വിധിക്കാൻ നമുക്കെന്താ അധികാരമാണുള്ളത്? നമ്മളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വാക്കിംഗ് ടോക്കിംഗ് എൻസൈക്ലോപീഡിയ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും നമ്മൾ പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപൂർണതയിൽ കൂടി ജീവിക്കുന്ന നമുക്ക് പറയാൻ അനേകായിരം കഥകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും വ്യത്യസ്ത കഥകളായിരിക്കും, വ്യത്യസ്ത കാഴ്ചപ്പാടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാട് ഒരു തുറന്ന പുസ്തകത്തെ പോലെ ആയിരിക്കണം. എല്ലാം ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് നന്മ മാത്രം ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമുക്കൊരു പരിപൂർണത വരികയുള്ളൂ.